തന്റെ കാമുകനായ മീക്കയുടെ കയ്യിലിരിക്കുന്ന ക്യാമറ കണ്ടുകൊണ്ടാണ് കെയ്റ്റി തന്റെ വീടിന്റെ പോർച്ചിലേക്ക് അവളുടെ കാർ കയറ്റി നിർത്തിയത്. ഇതെന്താണിത്? ഈ ക്യാമറ വളരെ വലുതാണല്ലോ. നിന്റെ ആദ്യത്തെ ആ ചെറിയ ക്യാമറ എവിടെ പോയി? അത് കയ്യിലൊതുങ്ങാൻ കുറെ കൂടി എളുപ്പമായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൾ വീട്ടിലേക്ക് കയറി. ഈ വീട്ടിൽ നീ പറയുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും അസാധാരണ സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ ക്യാമറ കൊണ്ട് താൻ റെക്കോർഡ് ചെയ്യും എന്ന് കാമുകനായ മീക്ക പറയുന്നു. തന്റെ കുട്ടിക്കാലം മുതൽ ഒരു ദുഷ്ടശക്തിയുടെ സാന്നിധ്യം തന്നെ വേട്ടയാടുന്നുണ്ട് എന്ന് കെയ്റ്റി പലപ്പോഴായി അവകാശപ്പെടാറുണ്ടായിരുന്നു. അസാധാരണമായ പല സംഭവങ്ങളും അവൾക്ക് കുട്ടിക്കാലത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ടത്രേ. അടുത്തിടെയായി ഇത്തരത്തിലുള്ള അസാധാരണമായ എന്തൊക്കെയോ സംഭവങ്ങൾ വളരെ കൂടുതലായി അവരുടെ വീട്ടിൽ നടക്കുന്നു എന്ന് കെയ്റ്റിക്ക് ഒരു തോന്നൽ. അതുകൊണ്ട് തന്നെ കുറച്ചു ദിവസങ്ങളായി ഇത്തരം ക്യാമറകളുമായി മാറി മാറി കാമുകനായ മീക്ക അവരുടെ വീട്ടിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം അസാധാരണമായ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ക്യാമറയിൽ പിടിക്കാം എന്നായിരുന്നു അയാളുടെ ഉദ്ദേശം. അയൽവക്കത്തുള്ള ഏതെങ്കിലും കുട്ടികൾ കെയ്റ്റിയുടെ പിന്നാലെ വെറുതെ നടക്കുന്നതാണോ, അവർ രാത്രി ജനാലകളിലൂടെയും മറ്റും ഒളിഞ്ഞു നോക്കി ശല്യം ചെയ്യുന്നതാണോ എന്നൊക്കെ മീക്കയ്ക്ക് നല്ല സംശയമുണ്ട്. ക്യാമറയോടൊപ്പം അയാൾ മേടിച്ച പുതിയ മൈക്രോഫോണിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിനുള്ള കാര്യക്ഷമതയെല്ലാം പരീക്ഷിച്ചറിഞ്ഞ ശേഷം ഈ ക്യാമറ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബെഡ്റൂമിൽ അടക്കം വെക്കും എന്നുള്ള തീരുമാനം മീക്ക അറിയിക്കുന്നു. ശേഷം ബെഡ്റൂമിലെ പല പല ആംഗിളുകളിലും മറ്റും ക്യാമറ വെച്ച് പരീക്ഷിച്ച് ആ ക്യാമറ വെക്കേണ്ട സ്ഥാനം അവർ തീരുമാനിക്കുന്നു. ശേഷം ഒരു നിർദ്ദിഷ്ട സ്ഥാനത്ത് അവരുടെ ബെഡ്റൂമിൽ ആ ക്യാമറ ഉറപ്പിക്കുന്നു. തന്റെ ആ വീട്ടിലെ ആദ്യ രാത്രി ഒരു മൂകസാക്ഷിയായി നിന്നുകൊണ്ട് ആ രാത്രി മുഴുവൻ ആ ക്യാമറ അവരുടെ ശാന്തമായ ആ നിദ്രയെ തന്റെ ലെൻസിലൂടെ ഒപ്പിയെടുക്കുന്നു. പിറ്റേന്ന് നേരം വെളുക്കുന്നു. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് മറ്റും ഉണ്ടാക്കുന്ന പണിത്തിരക്കിനിടയിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത എന്നാൽ ഒരല്പം വിചിത്രമായ കാര്യം അവർ ശ്രദ്ധിച്ചു. കെയ്റ്റിയുടെ കാറിന്റെ താക്കോൽ ഹാളിന്റെ ഒത്ത നടുക്ക് കിടക്കുകയാണ്. താക്കോൽ താൻ കൗണ്ടറിൽ നിന്റെ പേഴ്സിനോടൊപ്പമാണ് വെച്ചത് എന്ന് കെയ്റ്റി ആവർത്തിച്ച് അവകാശപ്പെടുന്നു. എന്നാൽ മീക്ക അത് തമാശ രൂപേണ അവഗണിച്ചു കളയുന്നു. പ്രേതങ്ങൾ ഉണ്ട് എന്നതിന് ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? ഇതാ എന്റെ കാമുകിയുടെ താക്കോൽ അടിച്ചു മാറ്റാൻ മരണത്തിനപ്പുറത്തു നിന്ന് പ്രേതങ്ങൾ ശ്രമിച്ചിരിക്കുന്നു എന്നൊക്കെയായിരുന്നു അവൻ പറഞ്ഞത്. കെയ്റ്റിയും അത് ചിരിച്ചു തള്ളുന്നു. ശേഷം അവർ വേഗം തന്നെ തയ്യാറായിരുന്നു. പാരാനോർമൽ ആയിട്ടുള്ള അസാധാരണ സംഭവങ്ങളും മറ്റും അനുഭവിച്ചറിയാൻ സാധിക്കുമെന്ന് അവകാശപ്പെടുന്ന സൈക്കിക്കായ ഒരു ഡോക്ടർ ഫ്രെഡറിക് കെയ്റ്റിയുടെ തീരുമാനപ്രകാരം ഇന്ന് അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇങ്ങോട്ടേക്ക് എത്തും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇത്തരം സൈക്കിക്കാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകളിൽ അത്ര വിശ്വാസമില്ലാത്ത മട്ടിലായിരുന്നു മീക്കയുടെ സംസാരവും മറ്റും. ഇത്തരം ആളുകൾക്ക് ട്രാഫിക് ഒക്കെ മുൻകൂട്ടി അറിയാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ അനുസരിച്ച് അവർക്ക് നേരത്തെ ഇറങ്ങാൻ സാധിക്കുമല്ലോ എന്നൊക്കെയായിരുന്നു പരിഹാസം നിറഞ്ഞ അവന്റെ തമാശകൾ. ശേഷം അയാൾ എത്തുമ്പോൾ നമുക്ക് അയാളെ മ്യൂസിക് ഒക്കെ ഇട്ട് സ്വീകരിക്കാം എന്നൊക്കെ അവൻ അഭിപ്രായപ്പെടുന്നു. എന്നാൽ അവനെ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് സ്നേഹനിധിയായ അവന്റെ കാമുകി കെയ്റ്റിക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. അധികം താമസിയാതെ തന്നെ ഈ പറഞ്ഞ സൈക്കിക്കായ ഡോക്ടർ ഫ്രെഡറിക് എത്തുന്നു. ഹാളിൽ അവരോടൊപ്പം വന്നിരുന്ന അദ്ദേഹം കെയ്റ്റിയെ പറ്റിയും മീക്കയെ പറ്റിയും അവരിൽ നിന്ന് തന്നെ കൂടുതൽ ചോദിച്ചറിയുന്നു. കെയ്റ്റി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. മീക്ക ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഡേ ട്രേഡർ ആണ്. 3 വർഷത്തോളമായി അവരുടെ ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് അവർ ഇരുവരും സന്തോഷത്തിലാണ് എന്നൊക്കെയെല്ലാം അവർ രണ്ടുപേരും കൂടി അദ്ദേഹത്തോട് പറയുന്നു. പിന്നീട് തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കെയ്റ്റി അവകാശപ്പെടുന്ന ഈ അസാധാരണ സംഭവങ്ങളെ അവൾ വിശദീകരിക്കാൻ തുടങ്ങി. തനിക്ക് ഏതാണ്ട് 8 വയസ്സുള്ളപ്പോഴാണ് തനിത് അനുഭവിക്കാൻ തുടങ്ങിയത്. താനും തന്റെ സഹോദരി ക്രിസ്റ്റിയും ഒരുമിച്ചാണ് രാത്രിയിൽ കിടക്കാറുണ്ടായിരുന്നത്. രാത്രിയുടെ നടുവിൽ തന്റെ മുഖത്തേക്ക് ആരോ ഊതുന്നതോ ശ്വസിക്കുന്നതോ ഒക്കെ തോന്നി താൻ രാത്രികാലങ്ങളിൽ എഴുന്നേക്കാറുണ്ടായിരുന്നു. ഉടനെ താൻ തന്റെ സഹോദരിയെയും വിളിച്ചെഴുന്നേൽപ്പിക്കും. പിന്നെ ഞങ്ങൾ കാണുന്നത് എന്റെ കാലിന്റെ ചുവട്ടിൽ നിൽക്കുന്ന കറുത്ത ഭീമാകാരമായ ഒരു രൂപത്തെയാണ് എന്ന് കെയ്റ്റി പറഞ്ഞു. ആ രൂപം എപ്പോഴും തന്റെ കാൽച്ചുവട്ടിൽ മാത്രമാണ് നിന്നിട്ടുള്ളത്. പക്ഷെ താനും തന്റെ സഹോദരിയും ആ രൂപത്തെ വ്യക്തമായി കാണാറുണ്ടായിരുന്നു എന്ന് കെയ്റ്റി തറപ്പിച്ചു പറഞ്ഞു. 8 വയസ്സ് മാത്രമുണ്ടായിരുന്ന തനിക്ക് അത് വളരെ ഭീതിതമായൊരു കാഴ്ചയായിരുന്നു. പിന്നീടും ഇത് തുടർന്നുകൊണ്ടേയിരുന്നുവെന്നും ഇതിനിടയിൽ തങ്ങളുടെ വീട്ടിൽ ഒരു തീപിടുത്തമുണ്ടായി ഞങ്ങളുടെ ആദ്യത്തെ വീട് മുഴുവൻ നശിച്ചു എന്നും കെയ്റ്റി പറഞ്ഞു നിർത്തി. വീട്ടിൽ തീ പിടിക്കാനുണ്ടായ കാരണം എന്താണ് എന്ന് ആ ഡോക്ടർ ചോദിച്ചപ്പോൾ അങ്ങനെ കാര്യമായ അന്വേഷണമൊന്നും ഫയർ ഡിപ്പാർട്ട്മെന്റ് ആ കാര്യത്തിൽ നടത്തിയില്ലെന്നും ഒരു സാധാരണ അന്വേഷണം അവർ നടത്തി അതിൽ കാര്യമായ കാരണങ്ങളൊന്നും തീപിടുത്തത്തിന് അവർക്ക് കണ്ടെത്താനായില്ല എന്നും കെയ്റ്റി മറുപടി പറഞ്ഞു. എന്നാൽ ആ തീപിടുത്തത്തിന് പിന്നിൽ അസാധാരണമായി എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുകൂടി കെയ്റ്റി കൂട്ടിച്ചേർത്തു. എന്നാൽ പിന്നീട് തങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് മാറിയപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലായി ഇപ്പോൾ അത് വീണ്ടും തുടങ്ങിയിരിക്കുന്നു എന്ന അസ്വസ്ഥതയോടെ അവൾ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുന്നു. നിങ്ങൾ 3-4 തവണ വീട് മാറിയിട്ടും ഇത് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇത് നിങ്ങളുമായി ഏതോ രീതിയിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ശക്തിയാണ് എന്ന് ഡോക്ടർ പറയുന്നു. ശേഷം അദ്ദേഹം വീട് മുഴുവൻ ചുറ്റിക്കണ്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന അസാധാരണ സംഭവങ്ങൾ എന്തൊക്കെ എന്ന് ചോദിച്ചറിയുന്നു. ഹാളിലെ ലൈറ്റുകൾ മിന്നി മിന്നി കെടാറും കത്താറുമുണ്ട്. പൈപ്പിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴാറുണ്ട്.
ഞാൻ താഴെ വന്ന് ഓഫാക്കിയാലും കുറച്ചു കഴിയുമ്പോൾ പിന്നെയും വെള്ളം പോകുന്ന ശബ്ദം കേൾക്കാം. മതിലുകളിലൂടെ ആരൊക്കെയോ എന്തൊക്കെയോ കൊണ്ട് മാന്തി വലിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാം എന്നൊക്കെ കേറ്റി അയാളോട് വിശദീകരിക്കുന്നു. ശേഷം അവർ അവരുടെ കിടപ്പുമുറിയിലെത്തി. ഉറക്കത്തിൽ ആരൊക്കെയോ തന്റെ പേര് മന്ത്രിക്കുന്നത് പോലെ അവൾ കേൾക്കാറുണ്ട് എന്നും അവൾ അദ്ദേഹത്തോട് പറയുന്നു. അത് ഉറക്കത്തിൽ ഞാൻ നിന്റെ പേര് വിളിക്കുന്നതാണെങ്കിലോ എന്ന് മീക്ക സംശയം പ്രകടിപ്പിക്കുന്നു. എന്നാൽ കിടക്കയുടെ അങ്ങേയറ്റത്ത് കിടക്കുന്ന നീ എന്റെ പേര് വിളിക്കുന്നതും ഉറക്കത്തിൽ എന്റെ ചെവിട്ടിൽ വന്ന ഒരാൾ എന്റെ പേര് മന്ത്രിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ കഴിയും എന്നൊരൽപ്പം നീരസത്തോടെ കേറ്റി പറയുന്നു. ശേഷം അവർ കാമുകനായ മീക്ക ക്രമീകരിച്ചിരിക്കുന്ന ക്യാമറയും മറ്റ് സൗണ്ട് റെക്കോർഡിംഗ് സംവിധാനങ്ങളും അദ്ദേഹത്തെ കാണിക്കുന്നു. ഇത്തരം അസാധാരണ സംഭവങ്ങൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് മീക്ക സംശയം പ്രകടിപ്പിക്കുന്നു. ഇത്തരം ശക്തികൾ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യത്തിൽ വളരുന്നവയാണ്. അതുകൊണ്ട് അത്തരം ശക്തികളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അപകടകരമാണ് എന്ന് അദ്ദേഹം അതിന് മറുപടി പറയുന്നു. എന്നാൽ ഇനി മുതൽ നിന്റെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട, അവരാണ് ഏറ്റവും വലിയ നെഗറ്റീവ് എനർജി എന്ന് തമാശ രൂപേണ മീക്ക പറയുന്നു. അത് കെയ്റ്റിയിൽ വീണ്ടും നീരസമുണ്ടാകുന്നു. തിരിച്ച് ഹാളിലെത്തിയ ഡോക്ടർ ഫ്രെഡറിക് താൻ മരിച്ചുപോയവരുടെ ആത്മാക്കളിലും മറ്റും പരീക്ഷണം പഠനം നടത്തുന്ന ഒരു ഡോക്ടറാണ്. നിങ്ങളുടെ വിശദീകരണങ്ങൾ കേട്ടതിൽ നിന്നും എനിക്ക് ഇവിടെ നിന്നും അനുഭവിച്ചറിയാൻ കഴിയുന്നതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഡീമൺ ആണ് എന്നാണ്. മനുഷ്യരുമായോ മനുഷ്യന്റെ സത്തയുമായോ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരു ദുഷ്ടശക്തിയാണ് ഈ ഡീമൺസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഓടി ഒളിക്കുന്നത് മണ്ടത്തരമാണ്. നിങ്ങൾ എവിടെയൊക്കെ പോയാലും ഇത് നിങ്ങളെ പിന്തുടരും. ഇതിനെ നേരിടാനുള്ള മറ്റു മാർഗങ്ങൾ നോക്കുക. എനിക്കത് ചെയ്യാൻ കഴിയില്ല. എന്റെ വിഷയം ഇത്തരം ഡീമൺസുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ വിദഗ്ധനായ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഡോക്ടർ യോഹൻ ഐവർ എന്ന മറ്റൊരു ഡോക്ടറുടെ അഡ്രസ്സും ഫോൺ നമ്പറും നൽകുന്നു. ഇതിനിടയിൽ ഓജോ ബോർഡിലൂടെയും മറ്റും ഇതിനോട് സംസാരിക്കാനും ഇതിനെന്താണ് വേണ്ടത് എന്നും മറ്റും ചോദിച്ചറിയാനും ശ്രമിച്ചാലോ എന്നും മറ്റും മീക്ക ചോദിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ആ ദുഷ്ടശക്തി അതൊരു ക്ഷണമായി കണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ശക്തിയോടെ കടന്നു വരികയാണ് ചെയ്യുക എന്ന് ഡോക്ടർ സൂചന നൽകുന്നു. അദ്ദേഹത്തിന്റെയും മുഖത്തെ നീരസം പ്രകടമായിരുന്നു. ശേഷം കേറ്റിയോട് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച ശേഷം അദ്ദേഹം വീട് വിട്ടു പോകുന്നു. അദ്ദേഹം പോയതിനു ശേഷം മീക്കയുടെ മോശം പെരുമാറ്റത്തെ കേറ്റി കുറ്റപ്പെടുത്തുന്നു. അദ്ദേഹം വിവരങ്ങൾ തന്ന ഡോക്ടറെ ഞാൻ നാളെ തന്നെ വിളിക്കും എന്ന് കേറ്റി പറയുന്നു. എന്നാൽ മീക്ക അതിനെ എതിർക്കുന്നു. ഇങ്ങനെ ഇത്തരത്തിലുള്ള എല്ലാ ആളുകളെയും വിളിച്ചു കയറ്റി ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു മീക്ക പറഞ്ഞത്. ശേഷം ചെറിയൊരു തർക്കത്തിനൊടുവിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഡോക്ടറെ വിളിക്കും എന്ന് കേറ്റി പറയുന്നു. അതിനോട് മീക്ക മനസ്സില്ലാതെ സമ്മതിക്കുന്നു. ശേഷം അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു. കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ ഒരു മൂകസാക്ഷിയായി അവരുടെ നിദ്രയും അവരുടെ മുറിയും തന്റെ ലെൻസിലൂടെ പകർത്തിയെടുത്തുകൊണ്ട് ആ ക്യാമറ അവരുടെ മുറിയുടെ ഒരു മൂലയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട്. മണിക്കൂറുകൾ പിന്നിട്ടുകൊണ്ടിരുന്നു. രാത്രിയുടെ ഏതോ ഒരു നിമിഷത്തിൽ പ്രത്യക്ഷത്തിൽ യാതൊരു കാരണവും തോന്നാത്ത വിധത്തിൽ അവരുടെ മുറിയുടെ വാതിൽ പതിയെ അടയുന്നതിന് ആ ക്യാമറ സാക്ഷ്യം വഹിച്ചു. ശേഷം താഴെ ഹാളിലോ ചുമരുകളിലോ മറ്റോ ആരോ എന്തോ മാന്തുന്നതോ എന്തോ വലിക്കുന്നതോ ഒക്കെ പോലെയുള്ള ശബ്ദങ്ങൾ ആ റെക്കോർഡ് സംവിധാനങ്ങൾ ഒപ്പിയെടുത്തു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അവരുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ആ കാഴ്ച അവർ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നേരിട്ട് കാണുകയും ചെയ്തു. വാതിൽ പതിയെ അടയുകയും തുറയുകയും ചെയ്യുന്നു. കാറ്റാണോ എന്ന് സംശയം തോന്നാമെങ്കിലും തൊട്ടടുത്തുണ്ടായിരുന്ന ഫ്ലവർ വേസിലെ പൂക്കൾ അനങ്ങാതിരുന്നത് അത് കാറ്റായിരുന്നില്ല എന്നവരെ ചിന്തിപ്പിച്ചു. ഒരു രസത്തിന് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഇത്തരം ഡീമൺസിനെ പറ്റിയും മറ്റും പരാമർശിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നൽകുന്ന പുസ്തകങ്ങളും മറ്റും ശേഖരിച്ച് മീക്ക പരിശോധിക്കാൻ തുടങ്ങി. ഇത്തരം ഡീമൺസ് ഒരാളെ വർഷങ്ങളോളം ചിലപ്പോൾ പതിറ്റാണ്ടുകളോളം എല്ലാം പിന്തുടരും എന്നും മറ്റും അയാളുടെ കാമുകിയോട് അയാൾ പറയുമ്പോൾ ആശങ്കയേക്കാൾ മീക്ക വല്ലാതെ എക്സൈറ്റഡ് ആയിരുന്നു എന്ന് വേണം പറയാൻ. എന്നാൽ അയാളുടെ കാമുകി കെയ്റ്റിക്ക് ആ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല. അവളുടെ ആശങ്ക കൂടി വന്നു. മീക്കയുടെ ആ എക്സൈറ്റ്മെന്റിനെ അവൾ കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ നമ്മൾ തമ്മിൽ പ്രണയത്തിലായിരുന്ന നാളുകളിൽ ഒരിക്കൽ പോലും നിന്റെ ഇങ്ങനെയൊരു പ്രശ്നത്തെപ്പറ്റി നീ എന്നോട് പറഞ്ഞിരുന്നില്ല. നമ്മൾ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചപ്പോഴെങ്കിലും നിനക്കത് പറയാമായിരുന്നു എന്ന കാര്യം മീക്ക കെയ്റ്റിയെ ഓർമ്മിപ്പിക്കുന്നു. അത് അവളുടെ തെറ്റ് തന്നെയായിരുന്നു എന്ന് കെയ്റ്റി സമ്മതിക്കുന്നു. രാത്രിയാകുന്നതോടെ ജനാലകളും വാതിലുകളും കൃത്യമായി അടച്ച് ആരെങ്കിലും അകത്ത് കടന്നാൽ അറിയാൻ ഭാഗത്തിന് വാണിംഗ് അലാറവും സെറ്റ് ചെയ്ത് അവർ കിടക്കുന്നു. ഉറക്കത്തിൽ ഏതാണ്ട് 3 മണിയോട് അടുത്ത സമയമായപ്പോൾ കേറ്റി പെട്ടെന്ന് സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നു. തൊട്ടടുത്ത് കിടന്നിരുന്ന മീക്കയും ഞെട്ടി എഴുന്നേൽക്കുന്നു. കേറ്റിയെ പതിയെ ആശ്വസിപ്പിക്കുന്നതിനിടയിൽ പെട്ടെന്ന് താഴെ നിന്ന് എന്തോ കൊട്ടിയടയ്ക്കുന്ന രീതിയിൽ ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. കേറ്റിയുടെ ഭയപ്പാടോടുകൂടിയുള്ള എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് മീക്ക ശബ്ദം എന്താണ് എന്ന് പരിശോധിക്കാൻ താഴേക്ക് പോകുന്നു. എന്നാൽ പ്രത്യേകിച്ച് യാതൊന്നും താഴെ കാണാൻ കഴിയാത്തതിനാൽ അവൻ തിരിച്ച് മുകളിലേക്ക് തന്നെ വരുന്നു. ആ രാത്രിയും അങ്ങനെ കഴിഞ്ഞുപോയി. പിറ്റേന്ന് മീക്ക കെയ്റ്റിയെ അവരുടെ വോയിസ് റെക്കോർഡറിൽ പതിഞ്ഞ് വിചിത്രമായൊരു ശബ്ദ റെക്കോർഡിംഗ് കേൾപ്പിക്കുന്നു. എന്താണെന്ന് വ്യക്തമാകുന്നില്ല. എന്നാൽ ആരോ എന്തോ മന്ത്രിക്കുന്നത് പോലെയായിരുന്നു ആ ശബ്ദശകലങ്ങൾ.
ആ ശക്തി നമ്മളുമായി സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അതെന്താണെന്ന് വ്യക്തമാകണമെങ്കിൽ നമുക്കൊരു ഓജോ ബോർഡുമായി സംസാരിച്ചാലോ എന്ന അഭിപ്രായം മീക്ക മുന്നോട്ട് വയ്ക്കുന്നു. ഉടനെ കേറ്റി ശക്തമായി അതിനെ എതിർക്കുന്നു. ഡോക്ടർ ഫ്രെഡറിക് പറഞ്ഞതെല്ലാം ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? നിനക്കെന്താ പ്രാന്താണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല. ക്യാമറ വെച്ചുള്ള അഭ്യാസം മാത്രം മതി, കൂടുതലൊന്നും വേണ്ട എന്നവൾ തീർത്ത് പറയുന്നു. മറ്റൊരു രാത്രി കൂടി കടന്നു വരുന്നു. സമയം ഏതാണ്ട് 3 കഴിഞ്ഞിരിക്കുന്നു. കേറ്റി കിടക്കയിൽ കിടന്നുകൊണ്ട് അസ്വസ്ഥയായി തലപൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഇത് കണ്ട് എഴുന്നേറ്റ മീക്ക എന്താണ് സംഭവം എന്ന് അവളോട് ചോദിക്കുന്നു. താൻ എന്തോ ഒച്ച കേട്ടു എന്ന് കേറ്റി മീക്കയോട് പറയുന്നു. കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് ശ്രദ്ധയോടെ കാതോർക്കുന്ന രണ്ടുപേരും ആരോ എന്തോ നടക്കുന്നത് പോലെയോ തുടർച്ചയായി തട്ടുന്നത് പോലെയോ ചില ശബ്ദങ്ങൾ കേൾക്കുന്നു. ഒന്നുകൂടി ശക്തമായി ഇരുവരും കാതോർത്തപ്പോൾ ഇരുട്ടിന്റെ ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് അമാനുഷികമായ എന്തോ ഒന്നിന്റെ വല്ലാത്തൊരു അലർച്ച, പിന്നെ ശക്തമായി എന്തോ ഒന്ന് കൊട്ടിയിറക്കുന്ന ശബ്ദവും. ഞെട്ടിത്തെറിച്ച് രണ്ടുപേരും പിന്നോട്ട് മാറുന്നു. ഒരു നിമിഷത്തിന് ശേഷം മാനസിക നിയന്ത്രണം വീണ്ടെടുത്ത മീക്ക ചാടിയിറങ്ങി താഴേക്ക് അന്വേഷിക്കാനായി പോകുന്നു. പിന്നാലെ പേടിച്ച് കേറ്റിയും ചെല്ലുന്നു. താഴെ മുഴുവൻ പരിശോധിച്ചുവെങ്കിലും പിന്നെയും അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. തിരിച്ചവർ മുറിയിലേക്ക് തന്നെ മടങ്ങുന്നു. കിടക്കയിലിരുന്ന് ആ ഇരുട്ടിൽ കാതോർക്കുമ്പോൾ അവർക്ക് പിന്നെയും കേൾക്കാമായിരുന്നു താഴെ ആരോ അടിവെച്ച് നടക്കുന്ന ഒരു ശബ്ദം. പരിഭ്രാന്തിയിലും ഭയപ്പാടിലുമായി ആ രാത്രി കൂടി കഴിഞ്ഞു പോകുന്നു. നേരം വെളുക്കുന്നു. കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ അവർക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ക്യാമറ കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ വഷളായി തുടങ്ങിയത് എന്ന് കേറ്റി മീക്കയോട് പറയുന്നു. പരിഭ്രാന്തിയുടെ മറ്റൊരു രാത്രി കൂടി കടന്നെത്തുന്നു. ഏതാണ്ട് 1:30 മണി സമയമായപ്പോൾ ഒരു ആലസ്യത്തിൽ എന്ന പോലെ, ആരുടെയോ മാസ്മരിക വലയത്തിൽ എന്ന പോലെ കേറ്റി കട്ടിൽ വിട്ട് പതിയെ എഴുന്നേൽക്കുന്നു. ശേഷം ഏതാണ്ട് 1.5 മണിക്കൂറോളം ഇതൊന്നും അറിയാതെ നിശബ്ദമായി കട്ടിലിൽ കിടന്നിറങ്ങുന്ന തന്റെ കാമുകനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. മുറിയുടെ മൂലയിലുണ്ടായിരുന്ന അവരുടെ ക്യാമറ നിശബ്ദമായി ഇതെല്ലാം തന്റെ ലെൻസിലൂടെ പകർത്തിയെടുത്ത് റെക്കോർഡ് ചെയ്യുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കേറ്റി പതിയെ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് പോകുന്നു. അല്പം കഴിഞ്ഞ് കേറ്റി തന്നോടൊപ്പം കട്ടിലിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയ മീക്ക പരിഭ്രാന്തിയോടെ അവളെ അന്വേഷിച്ച് ക്യാമറയുമായി താഴേക്ക് ഇറങ്ങുന്നു. വീട്ടിലെങ്ങും അവളില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ ക്യാമറയുമായി പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി. അവിടെ അയാൾ കണ്ടു ആ കുറ്റാക്കുരിട്ടത്ത് തണുപ്പത്ത് കസേരയിൽ ഇരിക്കുന്ന കേറ്റിയെ. ഒരു മയക്കത്തിലെന്ന പോലെ ഇരിക്കുന്ന അവളെ മീക്ക തട്ടി വിളിക്കുന്നു. എന്നാൽ അവളുടെ മുഖത്ത് യാതൊരു വിധത്തിലുള്ള ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. നീ എന്താണ് ഇരുട്ടത്ത് ചെയ്യുന്നത്? എന്തൊരു തണുപ്പാണ് ഇവിടെ, നീ അകത്തേക്ക് വരൂ എന്നിങ്ങനെ ആശങ്കയോടെയുള്ള മീക്കയുടെ ചോദ്യങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും തികച്ചും നീരസത്തോടെ ഒരു മയക്കത്തിൽ എന്ന പോലെ അവൾ മറുപടി പറഞ്ഞു. എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, ഞാൻ അകത്തേക്ക് വരുന്നില്ല എന്നിങ്ങനെ അവൾ വാശി പിടിച്ചു. ഒടുവിൽ അവളുടെ വാശിക്ക് വഴങ്ങി ഒരു പുതപ്പുമായി വന്ന് ഞാനും നിന്നോടൊപ്പം ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് മീക്ക പുതപ്പെടുക്കാൻ വീട്ടിലേക്ക് തിരിച്ചു നടക്കുന്നു. നാശം, എന്തൊക്കെയാണ് ഈ വീട്ടിൽ നടക്കുന്നത് എന്നിങ്ങനെ പിറുപിറുത്തുകൊണ്ടും ശപിച്ചുകൊണ്ടും അയാൾ വീടിനുള്ളിലൂടെ നടക്കവേ പെട്ടെന്ന് മുകളിൽ അവരുടെ കിടപ്പുമുറിയിൽ നിന്നും മറ്റൊരു കൊട്ടിയടക്കുന്ന വലിയൊരച്ച അയാൾ പിന്നെയും കേൾക്കുന്നു. വേഗം ക്യാമറയുമായി പടികൾ ചാടിക്കയറി തങ്ങളുടെ കിടപ്പുമുറിയിലെത്തിയ അയാൾ കണ്ടത് തങ്ങളുടെ TV വെറുതെ ഓണായിരിക്കുന്നതാണ്. ഒന്നും മനസ്സിലാകാതെ പരിഭ്രാന്തിയോടെ തന്റെ മുറിയിൽ ചുറ്റും നോക്കിയ അയാൾ പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ അതാ കേറ്റി മുറിയുടെ വാതിൽക്കൽ വന്നു നിൽക്കുന്നു. ഉറക്കപ്പിച്ചോടെ കേറ്റി പിറുപിറുത്തു. എന്തൊക്കെയാണ് നടക്കുന്നത്? നീ എന്തിനാണ് എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത്? എന്തൊരു തണുപ്പാണ് ഇവിടെ. ഇതെല്ലാം പറഞ്ഞ് അവൾ കട്ടിലിലേക്ക് തിരിച്ചു കിടക്കുന്നു. ശേഷം അവനോടും വന്ന് കിടക്കാൻ ആവശ്യപ്പെടുന്നു. പിറ്റേന്ന് ഇന്നലെ രാത്രി നടന്നതെല്ലാം മീക്ക അവളെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലൂടെ കാണിച്ചു കൊടുക്കുന്നു. 1.5 മണിക്കൂറോളമാണ് കട്ടിലിലേക്ക് അവനെ തുറച്ചു നോക്കി അവൾ നിന്നത്. അങ്ങനെ തന്നെ ഉറക്കത്തിൽ താഴേക്ക് നടന്നു പോയതും മുറ്റത്ത് ഇരുട്ടിൽ തണുപ്പിൽ അവൾ പോയിരുന്നതും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവൾ അവനോട് സംസാരിച്ചതും അവൻ വിശദമായി തന്നെ അവളോട് പറയുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അവൾക്ക് ഇങ്ങനെ ചില സംഭവങ്ങൾ നടന്നത് ഓർമ്മയേയില്ല. ഉറക്കത്തിൽ താൻ അവനോട് സംസാരിച്ചു എന്നത് അവൾക്ക് വളരെ ആശ്ചര്യമായി തോന്നി. ഒരു പക്ഷേ ഇത് ആദ്യത്തെ സംഭവമായിരിക്കണമെന്നില്ല. ഇതിനു മുമ്പും നീ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. ക്യാമറ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമുക്കിത് അറിയാൻ സാധിച്ചത് എന്ന് മീക്ക പറയുന്നു. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ അതിനെ ശക്തമായി തന്നെ നേരിടും എന്ന് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിക്കുന്നു. അന്ന് വൈകിട്ട് ഒരു ഓജോ ബോർഡുമായിട്ടാണ് മീക്ക വീട്ടിലെത്തിയത്. ഇത് കണ്ട് വല്ലാതെ ദേഷ്യപ്പെട്ട കേറ്റിയെ പല രീതിയിലും അനുനയിപ്പിക്കാൻ മീക്ക ശ്രമിച്ചു. നമ്മളെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനത്തിന് സത്യത്തിൽ എന്താണ് വേണ്ടത് എന്ന് നമുക്ക് അറിയണ്ടേ എന്ന് മീക്ക ശാഠ്യം പിടിച്ചു. ഒരു വിധത്തിലും ഒന്നിനും സമ്മതിക്കാതെ കേറ്റി ദേഷ്യത്തോടെ വീട് വിട്ടു പുറത്തേക്ക് പോകുന്നു. അവളെ അനുനയിപ്പിക്കാൻ മീക്കയും അവളെ പിന്തുടർന്ന് വീട് വിട്ടു പുറത്തേക്ക് പോകുന്നു. ശേഷം വീട് നിശബ്ദമാകുന്നു. ആ ഹാളിൽ മേശപ്പുറത്ത് ഓജോ ബോർഡിനെ ഫോക്കസ് ചെയ്ത് മീക്ക വെച്ചിരുന്ന ക്യാമറ അങ്ങനെ തന്നെ ഓണായിരിക്കുന്നുണ്ടായിരുന്നു. ഒരല്പനിമിഷം കടന്നുപോയി. പെട്ടെന്ന് ഓജോ ബോർഡിന്റെ മുകളിൽ ഉണ്ടായിരുന്ന അതിന്റെ ആ കേഴ്സർ പെട്ടെന്ന് തനിയെ ചലിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഓജോ ബോർഡ് കത്താനും തുടങ്ങി. ഏതാണ്ട് 11 മണി കഴിയുന്നതോടെ വീട്ടിൽ തിരിച്ചെത്തിയ അവർ ഇരുവരും കാണുന്നത് ഏതാണ്ട് പകുതിയോളം കത്തിയിരിക്കുന്ന ഓജോ ബോർഡാണ്. അതിനെ തുടർന്ന് അവർ ഇരുവരും തമ്മിൽ ഒരു വലിയ വഴക്കുണ്ടാകുന്നു. അല്പനേരം നീണ്ട ആ വഴക്കിനൊടുവിൽ അവൾ പറയുന്ന പ്രകാരമല്ലാതെ ഇനി ക്യാമറ ഉപയോഗിക്കില്ലെന്നും അനാവശ്യമായി ആ ശക്തിയെ ദേഷ്യം പിടിപ്പിക്കുന്ന യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യില്ലെന്നും മീക്ക വാക്ക് നൽകുന്നു. ക്യാമറയിൽ റെക്കോർഡായ ഓജോ ബോർഡിന്റെ കഴ്സർ ചലിക്കുന്ന വീഡിയോ ലാപ്ടോപ്പിൽ നോക്കി ചില പേരുകൾ അതിൽ നിന്ന് ഊഹിച്ചെടുക്കാൻ മീക്ക ഒന്ന് ശ്രമിച്ചു. എന്നാൽ അവൻ ഊഹിച്ചെടുത്ത മിക്ക പേരുകളും അവൾക്ക് മനസ്സിലായില്ല. ആ പേരുകൾ
പേരുകളൊന്നും അവൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലായിരുന്നു. അന്ന് രാത്രി കേറ്റിയുടെ അനുവാദത്തോടെ അവരുടെ കിടപ്പുമുറിയിലെ കിടക്ക വരെയുള്ള സ്ഥലങ്ങളിൽ ചില ഭാഗങ്ങളിൽ മീക്ക പൗഡർ അവിടെ ഇവിടെയായി വിതറിയിടുന്നു. മീക്കയുടെ മറ്റൊരു പരീക്ഷണം. അന്ന് രാത്രിയും ഫ്ലോറിൽ ആരോ ചവിട്ടി നടക്കുന്ന ശബ്ദം കേട്ട് അവർ ഞെട്ടി എഴുന്നേൽക്കുന്നു. ചാടി എഴുന്നേറ്റ് അവർ ഇരുവരും നിലത്ത് വിതറിയിട്ടിരുന്ന പൗഡറിലേക്ക് നോക്കിയപ്പോൾ അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അതിൽ അവർ കണ്ടു നീണ്ട 3 വിരലുകളുള്ള 2 കാൽപ്പാടുകൾ. ആ കാൽപ്പാടുകളെ പിന്തുടർന്ന് അവർ എത്തിയത് താഴെയുള്ള അവരുടെ ഒരു കൊച്ചു സ്റ്റോർ റൂമിലേക്കാണ്. അതിന്റെ വാതിലുകൾ തുറന്നു കിടക്കുകയായിരുന്നു. അതിനുള്ളിലേക്ക് എത്തി നോക്കിയ അവർ അതിന്റെ റൂഫിൽ ഒരു ചെറിയ ഭാഗം ഒരു മൂടി പോലെ മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടു. കേറ്റിയുടെ സ്നേഹത്തോടെയുള്ള എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് മീക്ക ഒരു ചെറിയ ഗോവണി വെച്ച് മുകളിലെ തട്ടിനുപുറത്തേക്ക് കയറി നോക്കുന്നു. അവിടെ നിന്ന് അയാൾക്ക് പകുതി കത്തി തീർന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ ഫോട്ടോ ലഭിക്കുന്നു. അത് കണ്ട കേറ്റിക്ക് അവളുടെ കണ്ണുകളെ ഒട്ടും വിശ്വസിക്കാനായില്ല. ഇതെങ്ങനെയാണ് നിനക്ക് നമ്മുടെ തട്ടുമ്പുറത്തു നിന്ന് ലഭിച്ചത്? കാര്യം അന്വേഷിച്ച മിക്കയോട് അവൾ പറഞ്ഞത് ഇത് തങ്ങളുടെ പഴയ വീട്ടിൽ വെച്ചെടുത്ത ഒരു ഫോട്ടോയാണ്. ഞങ്ങളുടെ വീട് കത്തി ഇല്ലാതായപ്പോൾ അതിൽ ഈ ഫോട്ടോയും ആ വീടിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഫോട്ടോ ഇവിടെ നമ്മുടെ തട്ടിൻപുറത്താൻ ഒരു സാധ്യതയുമില്ല. ഇത് നശിച്ചു പോയൊരു ഫോട്ടോയാണ് എന്നൊക്കെ അവൾ അവനോട് പറഞ്ഞു. ദിവസങ്ങളായുള്ള പരിഭ്രാന്തിയും ഭയവും അവരെ രണ്ടുപേരെയും വല്ലാതെ ക്ഷീണിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് കേറ്റിക്ക് അവളുടെ മാനസിക നിയന്ത്രണം പതിയെ നഷ്ടപ്പെട്ടു തുടങ്ങി. കോളേജിൽ പോകാനുള്ള താല്പര്യം അവൾക്ക് നഷ്ടപ്പെട്ടു, ഉറക്കം നഷ്ടപ്പെട്ടു. അങ്ങനെ തലേ ദിവസത്തെ രാത്രിയിലെ വീഡിയോകൾ പരിശോധിക്കുന്ന കൂട്ടത്തിൽ മീക്ക ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച കൂടി ആ വീഡിയോയിൽ കാണുന്നു. തങ്ങളുടെ മുറിക്ക് പുറത്ത് വിതറിയിരുന്ന പൗഡറിൽ ചവിട്ടി ആ അദൃശ്യമായ കാൽപ്പാടുകൾ അവരുടെ കിടക്കയുടെ അടുത്തേക്ക് വരുന്ന വളരെ ഭയാനകരമായ ഒരു കാഴ്ച. പൂർണ്ണമായും സകല നിയന്ത്രണവും നഷ്ടപ്പെട്ട കേറ്റി ഡോക്ടർ ഫ്രെഡറിക് പറഞ്ഞ ഡീമണോളജിസ്റ്റ് ആയ ഐവറിയെ വിളിക്കാൻ ശ്രമിക്കുന്നു. തടയാൻ ശ്രമിച്ച മീക്കയ്ക്ക് നേരെ അവൾ പൊട്ടിത്തെറിച്ചു. നീ ഇതുവരെ ചെയ്തതൊന്നും ഫലവത്തായിട്ടില്ല. അതുമാത്രമല്ല കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. നമ്മൾ കാണുന്നതിന് വേണ്ടി മാത്രമാണ് ആ ശക്തി അതിന്റെ കാൽപ്പാടുകൾ നമ്മളെ കാണിച്ചത്. അതുകൊണ്ടാണ് ആ ഫോട്ടോ നമുക്ക് കിട്ടിയത് എന്നെല്ലാം അവൾ കുറ്റപ്പെടുത്തി. ശേഷം ഫോൺ കയ്യിലെടുത്ത് അതിലേക്ക് നമ്പറുകൾ കൊത്തി. എന്നാൽ ഈ പറഞ്ഞ ഡോക്ടർ ഐവറിയെ അവൾക്ക് ഫോണിൽ കിട്ടിയില്ല. അദ്ദേഹം സ്ഥലത്തില്ല എന്നായിരുന്നു ഫോണിൽ കിട്ടിയവരിൽ നിന്നും അവൾക്ക് ലഭിച്ച മറുപടി. നിരാശയോടെ അവൾ പഴയ ഡോക്ടർ ഫ്രെഡറിക്കിനെ തന്നെ വീണ്ടും വിളിക്കുന്നു. അവസാന പ്രതീക്ഷ എന്നോണം നാളെ വരാം എന്ന് അദ്ദേഹം അവൾക്ക് വാക്ക് കൊടുത്തതായി മീക്കയോട് അവൾ പറയുന്നു. കൂടെ ഇന്ന് രാത്രി നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയും അവൾ പങ്കുവെക്കുന്നു. അവൾ പങ്കുവെച്ച ആശങ്ക പോലെ തന്നെ കഴിഞ്ഞ ദിവസത്തേതിനേക്കാൾ ഭീതിതമായൊരു രാത്രിയായിരുന്നു അന്നത്തേത്. ശക്തിയായ കാലടി ഒച്ചകൾ കേട്ട് മീക്ക ഞെട്ടി എഴുന്നേറ്റപ്പോഴേക്കും അവരുടെ ബെഡ്റൂമിന്റെ വാതിൽ അതിശക്തിയായി കൊട്ടിയടക്കപ്പെട്ടു. പിന്നാലെ ശക്തിയായി ആരോ പുറത്തുനിന്ന് വാതിലിൽ തട്ടുകയും മുട്ടുകയും ചെയ്യുന്നു. പരിഭ്രാന്തിയുടെ വാതിൽ തുറന്ന് ആരാണ് അവിടെ, ധൈര്യമുണ്ടെങ്കിൽ സംസാരിക്കൂ എന്നൊക്കെ അലറി വിളിച്ചുകൊണ്ട് മീക്ക പുറത്തേക്ക് ഇറങ്ങുന്നു. അതിന് മറുപടി എന്നോണം അയാൾ നടക്കുന്ന വഴിയിലുള്ള 1-2 വാതിലുകൾ ശക്തിയായി കൊട്ടിയടക്കപ്പെട്ടു. പരിഭ്രാന്തയായി പിന്നാലെ നടക്കുന്ന കേറ്റിയുടെ നിലവിളികളും ശ്വാസോച്ഛ്വാസങ്ങളും ഉച്ചസ്ഥായിയിൽ കേൾക്കാമായിരുന്നു. അവൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടേയിരുന്നു. താഴേക്ക് കൂടി ഒരു തവണ പോയി നോക്കി ശേഷം അവർ തിരിച്ചു മുറിയിലേക്ക് പോകുന്നു. ഉറക്കം പൂർണ്ണമായി നഷ്ടപ്പെട്ട അവൾ മുഴുവനായും ഭയത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞിരുന്നു. ശേഷം തന്റെയും കാമുകൻ മീക്കയുടെയും ഫോട്ടോയിൽ മീക്കയുടെ ഭാഗം മാത്രം ചില്ലുപൊട്ടി ഫോട്ടോ കീറിയിരിക്കുന്നത് അവളെ കൂടുതൽ പരിഭ്രാന്തയാക്കി. തികഞ്ഞ അക്ഷമയോടെയാണ് അവൾ ഡോക്ടർ ഫ്രെഡറിക്കിനെ കാത്തിരുന്നത്. അധികം വൈകാതെ അദ്ദേഹം എത്തി. എന്നാൽ വന്നതിനേക്കാൾ വേഗത്തിൽ അദ്ദേഹം മടങ്ങി പോവുകയായിരുന്നു. അതിന്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഇത് വല്ലാതെ അധികമായിരിക്കുന്നു. തനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല. തനിക്കിവിടെ നിൽക്കാനാകില്ല. താനിവിടെ നിൽക്കുന്നത് ഗുണത്തെക്കാളേറെ നിങ്ങൾക്ക് ദോഷമായിരിക്കും ചെയ്യുക. ഡീമണോളജിസ്റ്റ് ആയ ഡോക്ടർ ഐവറി 2 ദിവസത്തിനകം വരുമെന്നും അദ്ദേഹത്തിന് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ കഴിയൂ എന്നും അയാൾ പറയുന്നു. ശേഷം പെട്ടെന്ന് തന്നെ അദ്ദേഹം വീട് വിട്ടു പോകുന്നു. കരയുന്ന കേറ്റിയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അന്ന് രാത്രി മീക്ക കട്ടിലിൽ കിടന്നു. ഈ രാത്രി ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ആശങ്കയോടെ പതിവ് പോലെ അവരുടെ മുറിയുടെ മൂലയ്ക്ക് നിന്ന് പിന്നീട് നടന്ന കാര്യങ്ങൾ അവരുടെ ക്യാമറ ഒപ്പിയെടുത്തു. ഏതാണ്ട് 1:30 മണിയായതോടെ അവർ കിടന്നിരുന്ന കിടക്കയുടെ വിരിപ്പ് തന്നെ ഉയർന്നു പൊങ്ങി മാറുന്നു. കേറ്റിയുടെ കാലുകൾ ആരോ പിടിച്ചു വലിച്ചതുപോലെ പെട്ടെന്ന് നനങ്ങുന്നു. സമയം പിന്നെയും മുന്നോട്ട് ചലിച്ചു. നേരം വെളുക്കാറായിരിക്കുന്നു. പുറത്തുള്ള മുറികളിൽ ലൈറ്റുകൾ ഓൺ ആവുകയും അണയുകയും ചെയ്തു. ഇരുട്ടിൽ താഴെ ആരോ മതിലുകളിൽ മുട്ടുന്ന ശബ്ദം കേൾക്കാം. മുറിയുടെ പുറത്ത് ആരോ നടക്കുന്നതിന്റെ നിഴലുകൾ ആ വാതിലിൽ പതിയുന്നതും കാണാം. ശേഷം ഉറക്കെയുള്ള അദൃശ്യമായ ആ ശക്തിയുടെ വലിയൊരു നിശ്വാസം. കേറ്റി ഞെട്ടി എഴുന്നേൽക്കുന്നു. മീക്കയെ പരിഭ്രാന്തിയോടെ അവൾ തട്ടി വിളിക്കുന്നു. അവന്റെ കരവലയത്തിൽ അവൾ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു. അങ്ങനെ ഒരു രാത്രി കൂടി അവർ പിടിച്ചു നിന്നിരിക്കുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസത്തെ രാത്രി അത്ര എളുപ്പമായിരുന്നില്ല. ഏതാണ്ട് 5 മണിയോട് അടുത്ത സമയം അവരുടെ മുറിയിലേക്ക് ഒരു നിഴൽ കടന്നു വരുന്നത് അവരുടെ ക്യാമറ പകർത്തിയെടുത്തു. ശേഷം അദൃശ്യമായ എന്തോ ഒന്ന് അവരുടെ കാലിൽ പിടിച്ച് ശക്തിയായി വലിച്ചു താഴേക്കിടുന്നു. ശേഷം അവളെ വലിച്ചഴിച്ച് മുറിയുടെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. മീക്ക എന്നവൾ അലറി വിളിച്ച് തന്റെ കാമുകനെ എഴുന്നേൽപ്പിച്ചപ്പോഴേക്കും മുറിയുടെ വാതിൽ ശക്തിയായി കൊട്ടിയടക്കപ്പെട്ടിരുന്നു. വാതിൽ ശക്തിയായി വലിച്ചു തുറന്ന് മീക്ക പിന്നാലെ ഓടി. മറുവശത്തെ ഇരുട്ടിൽ ശക്തമായ പിടിവലികളും കേറ്റിയുടെ ഉറക്കെയുള്ള നിലവിളി ശബ്ദങ്ങളും അവരുടെ ബെഡ്റൂമിലിരുന്ന ക്യാമറയും മറ്റ് റെക്കോർഡിംഗ് സംവിധാനങ്ങളും ഒപ്പിയെടുത്തു.
പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ഏത് വിധേനയും ഇവിടെ നിന്ന് പുറത്തു കടക്കണം എന്ന് മീക്ക ഉറപ്പിച്ചു. കേറ്റിയെയും കൊണ്ട് വീട് വിടാനായിരുന്നു അയാളുടെ തീരുമാനം. എന്നാൽ മുമ്പില്ലാത്തവണ്ണം താൻ വരുന്നില്ല എന്ന് കേറ്റി കുട്ടികളെപ്പോലെ വാശി പിടിച്ചു. അവളിൽ നിന്ന് പേടി ഏതാണ്ട് പൂർണ്ണമായും മാറിയ പോലെയായിരുന്നു അവളുടെ സംസാരവും പെരുമാറ്റവുമെല്ലാം. അവളുടെ ശരീരത്തിൽ എന്തോ കടിച്ചപാട് വ്യക്തമായി കാണാമായിരുന്നു. കേറ്റിയെയും കൊണ്ട് ആ വീട് വിടാനുള്ള എല്ലാ ശ്രമവും വിഫലമാകുന്നു. മറ്റൊരു രാത്രി കൂടി കടന്നെത്തുന്നു. ദുരന്തങ്ങളുടെ അവസാനത്തെ രാത്രി. കേറ്റി ഒരിക്കൽ കൂടി കട്ടിൽ വിട്ട് എഴുന്നേൽക്കുന്നു. ഒരു ദീർഘനേരം തന്റെ കാമുകനെ തുറച്ചു നോക്കി ആ ഇരുട്ടിൽ അവൾ അങ്ങനെ തന്നെ നിൽക്കുന്നു. പിന്നീട് അവൾ പതിയെ മുറി വിട്ട് പുറത്തേക്ക് പോകുന്നു. അല്പനേരം കഴിഞ്ഞ് താഴെ തന്റെ കാമുകയുടെ ഉറക്കെയുള്ള അലറിക്കരച്ചിൽ കേട്ടുകൊണ്ട് മിക്ക ചാടി എഴുന്നേറ്റ് താഴേക്ക് പോകുന്നു. പിന്നാലെ മിക്കയുടെ നിലവിളിയും താഴെ നിന്ന് കേൾക്കുന്നു. ഒരു നിമിഷത്തിന് ശേഷം എല്ലാം നിശബ്ദമാകുന്നു. പിന്നീട് മിക്കയുടെ ജീവനറ്റ ശരീരം തിരിച്ച് ബെഡ്റൂമിലെ ക്യാമറയ്ക്ക് നേരെ എറിയപ്പെടുന്നു. നിശ്ചലമാകുന്നതിന് മുൻപ് ആ ക്യാമറ മറ്റൊന്നുകൂടി റെക്കോർഡ് ചെയ്യുന്നു. വല്ലാത്തൊരു പൈശാചികമായ മുഖഭാവത്തോടെയും മുരൾച്ചയോടെയും മിക്കയുടെ ശരീരത്തിന് നേരെ ക്യാമറയ്ക്ക് നേരെ പാഞ്ഞെടുക്കുന്ന കേറ്റിയെ. മീക്കയുടെ മൃതശരീരം പിന്നീട് പോലീസ് കണ്ടെടുത്തു. കേറ്റിക്ക് എന്ത് സംഭവിച്ചു എന്നത് അജ്ഞാതമായി തുടരുന്നു.